ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു വാക്യം വായിക്കുന്നു. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 3-ാം അധ്യായം 13-ാം വാക്യം. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കെ വിളിച്ചു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ റിക്രൂട്ട് ചെയ്തതാണ്. പറയുന്ന ആ രംഗമതാണ്. മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ. ബോധിക്കുക എന്നത് കൺവിക്റ്റഡ് ആകുക എന്നാണ്, ബോധ്യത വരുത്തുന്നത്. തനിക്ക് വേണ്ടിയ ആളുകളെ കർത്താവ് തിരഞ്ഞെടുത്തു എന്നവിടെ കാണാൻ സാധിക്കും. ഞാൻ ഒരു പുസ്തകം വായിക്കുമ്പോൾ ചെറിയ ഒരു ഇൻസിഡൻറ്റ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് കണ്ടു. ഒരു ആഫ്രിക്കയിലെ ഒരു ന്യൂലി കൺവെർട്ട് ഈ ഇടയ്ക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന അയാൾ ഒരു ദിവസം വൈകുന്നേരം ദൈവത്തോട് തികഞ്ഞ ആത്മാർത്ഥയോടെ പ്രാർത്ഥിക്കുക. ലോർഡ്, യു ആർ ദ നീഡിൽ ആൻഡ് ഐ ആം ദ ത്രെഡ്. കർത്താവെ, അവിടെ നിന്നാണ് സൂചി, ഞാനോ നൂല് മാത്രമാണ് എന്ന് പറഞ്ഞു. അത് പറയാൻ കാരണം അന്നത്തെ പകലിൽ താൻ മിഷൻ സ്കൂളിൽ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്തു. തൻ്റെ മക്കളും അവിടെ പഠിക്കുന്നുണ്ട്. അപ്പം അവിടെ പോയപ്പോഴത്തേക്ക് അവിടുത്തെ തയ്യൽ ടീച്ചർ എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് പഠിപ്പിക്കുക. അത് കൗതുകപൂർവം ഈ മനുഷ്യൻ നോക്കി നിന്നു. അപ്പം സൂചി പോയിട്ട് സൂചിയുടെ പിന്നാലെയാണ് നൂല് പോകുന്നത്. അങ്ങനെ പോയപ്പോൾ തുണി അത് നന്നായിട്ട് തയ്ച്ചു വരികയും ചെയ്യുന്നു. അയ്യോ, ഇതുപോലെ ആയാൽ മതി എൻ്റെ ജീവിതം. എൻ്റെ യേശു കർത്താവ് മുമ്പേ പോകണം, യേശു കർത്താവിൻ്റെ പിന്നാലെ ഞാൻ വരും. അതാണ് ശിഷ്യത്വം. പൂർണ്ണ അനുസരണയോടെയാണ് യേശു കർത്താവിനെ പിൻഗമിക്കുന്ന ആ ഒരു സമർപ്പണം എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾക്കുണ്ടോ? ഇതാണ് ആവശ്യം. കർത്താവിനെ പിൻഗമിക്കുക, അല്ലാതെ ഈ ലോകത്തിൻ്റെ മോഹത്തിൻ്റെയും പറയെ പോകത്തില്ല എന്നുള്ള ഒരു ഡെഡിക്കേഷൻ. അതാണ് ശിഷ്യത്വത്തിൻ്റെ ആദ്യ പടി. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, മനുഷ്യനിൽ 3 ഘടകങ്ങളുണ്ട്. മൃഗങ്ങൾക്ക് 2 ഉള്ളൂ. മൃഗങ്ങളെ നോക്കുമ്പോൾ അവനൊരു ശരീരവും ഒരു ജീവശ്വാസവും അത് മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന് ഒന്നുകൂടെ ഉണ്ട്. അതെന്തുവാ? ആത്മാവ്. ഈ ലോകത്തേക്കാൾ വിലപിടിപ്പുള്ള ആത്മാവ്. ആത്മാവ് ഉള്ളവർക്ക് മാത്രമേ ദൈവത്തെ അറിയാനും ദൈവത്തെ ശരിയായ രീതിയിൽ ആരാധിക്കാനും കഴിയും. ദൈവവുമായി ബന്ധിപ്പിക്കുന്ന കാര്യമാണ് ആത്മാവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് വളരെ വിലപിടിപ്പുള്ളതാണ്. അത് മനുഷ്യനുള്ളതാണ്. അവന് ജനിച്ചു വീഴുമ്പോഴേ ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് അവൻ ഇറങ്ങി വരുന്നത്. കാരണം ആ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവൻ അറിഞ്ഞാലും ഇല്ലേലും മനുഷ്യനുണ്ട്. അതാണ്. അപ്പം ഇവിടെ യേശു കർത്താവ് മനുഷ്യരെയാണ് തൻ്റെ ശിഷ്യരായിട്ട് കൂട്ടായി വിളിച്ചത്. എന്താണ് കാരണം? യേശു കർത്താവ് വിളിച്ചപ്പോൾ വേറൊരിടത്ത് പറഞ്ഞു, അവർ മീൻ പിടിക്കുകാരായിരുന്നു. അവരെ വലയൊക്കെ കഴുകി വൃത്തിയാക്കുന്ന സമയത്ത് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നിങ്ങൾ. അവരുടനെ വല വിട്ടേച്ച് യേശുവിൻ്റെ പിന്നാലെ വന്നു. ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളെ, യേശു കർത്താവിൻ്റെ ശിഷ്യരാകുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പള്ളിയിൽ ഒരു മെമ്പർഷിപ്പും ഒരു സ്നാനവും ഒരു തിരുവത്താഴവും മതി, അതോടുകൂടി തീർന്നു എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ പള്ളി വേണം, കുർബാന വേണം, സ്നാനം വേണം, ഇതൊക്കെ വേണം. പക്ഷെ അതുകൊണ്ട് നിനക്ക് ശിഷ്യനാകാൻ സാധിക്കത്തില്ല. നിനക്ക് വാസ്തവത്തിൽ ക്രിസ്ത്യാനിയാവാൻ സാധിക്കത്തില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ യേശു നിന്നെ വിളിക്കണം. യേശുവുമായിട്ട് നീ വ്യക്തിപരമായ ബന്ധത്തിലാകണം. യേശു കർത്താവ് എൻ്റെ രക്ഷകൻ, എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചവൻ, ഞാൻ മരിക്കേണ്ടടുത്ത് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്നവൻ, യേശു കർത്താവ് ആത്മാവിൽ ഇപ്പം എൻ്റെ ഹൃദയത്തിലുണ്ട്. എൻ്റെ ഹൃദയത്തിൽ അവൻ ഒളിഞ്ഞിരിക്കുന്നു, എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. മനസ്സിലായോ?
അതേ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു വേലയ്ക്കാണ്. കർത്താവിൻ്റെ മക്കളെ, നിങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണെങ്കിൽ യു ആർ എ മിഷണറി ആൾസോ. നിങ്ങളും സുവിശേഷ പ്രവർത്തനങ്ങളിൽ ചെയ്യണം. അത് സാധിക്കണമെങ്കിൽ നിങ്ങൾ സുവിശേഷം അറിയണം, സുവിശേഷം എന്തെന്ന് മനസ്സിലാക്കണം. യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിൽ മരിച്ചതെന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് ഉയർത്തെഴുന്നേറ്റ് എന്നും ജീവിക്കുന്നതെന്നും നിങ്ങളുടെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ടാണ് ക്രൂശിൽ മരിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് അറിയണം. നിങ്ങളത് അംഗീകരിക്കണം, വിശ്വസിക്കണം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കണം. ഞാൻ ഒരിക്കൽ കൂടി ആ വാക്യം വായിക്കുന്നു. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. ദൈവത്തിൻ്റെ മക്കളെ, നിങ്ങളെയും വിളിക്കുന്നു അവിടുത്തെ ശിഷ്യരായി തീരുവാൻ, യഥാർത്ഥ ക്രിസ്ത്യാനിയെ തീരുവാൻ. ദൈവം നിങ്ങളെ ഈ വചനത്തിലൂടെ ആ ആഹ്വാനം, ഈ അനുഗ്രഹം തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് പിന്മാറുന്നു. ആമേൻ.